പന്തീരാങ്കാവ് ഗാർഹിക പീഡനക്കേസിൽ പെൺകുട്ടിയുടെ രഹസ്യമൊഴി രേഖപ്പെടുത്തി. രാഹുലിന്റെ കാറിൽ കണ്ടെത്തിയ രക്തക്കറ പെൺകുട്ടിയുടേതാണോ എന്ന് സ്ഥിരീകരിക്കാൻ ബ്ലഡ് സാമ്പിളും പരിശോധനയ്ക്ക് അയച്ചിട്ടുണ്ട്. വിവരങ്ങളുമായി മേഘ കോഴിക്കോട് നമ്മളോടൊപ്പം ഒരിക്കൽ കൂടി ചേരുകയാണ്. മേഘ, ഈ കേസുമായി ബന്ധപ്പെട്ട് അന്വേഷണം വളരെ ശക്തമായി മുന്നോട്ട് പോകുന്നു. അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട നടപടികളിൽ ഒന്നായിട്ട് ഇപ്പോൾ പെൺകുട്ടിയുടെ രഹസ്യമൊഴി രേഖപ്പെടുത്തിയിട്ടുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, അന്ന് ഈ രാഹുലിന്റെ കാർ കസ്റ്റഡിയിലെടുക്കുമ്പോൾ അതിൽ രക്തക്കറ കണ്ടെത്തിയിരുന്നു. അത് പെൺകുട്ടിയുടേതാണോ എന്നറിയേണ്ടതുണ്ട്. അതിനു വേണ്ടിയിട്ടുള്ള ബ്ലഡ് പരിശോധന അടക്കം നടത്തുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. എന്താണ് ഈ കേസിൽ ഇപ്പോൾ അന്വേഷണ സംഘം സ്വീകരിച്ചിരിക്കുന്ന പുതിയ നടപടികൾ? മനു, ഈ കേസിലെ ഏറ്റവും നിർണായകമായ നീക്കം എന്നത് ഈ കേസുമായി ബന്ധപ്പെട്ട് പെൺകുട്ടിയുടെ 164 സ്റ്റേറ്റ്മെന്റ് രേഖപ്പെടുത്തുക എന്നതായിരുന്നു. അത് ഇന്നലെയാണ് കോഴിക്കോട് ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റിന് മുൻപാകെ പെൺകുട്ടി മൊഴി രേഖപ്പെടുത്തിയത്. ഇന്നലെ വൈകിട്ടായിരുന്നു മൊഴി രേഖപ്പെടുത്താൻ പെൺകുട്ടി എറണാകുളത്ത് നിന്നും കോഴിക്കോട്ടേക്ക് എത്തിയത്. ഈ കേസിലെ ഏറ്റവും നിർണായകമായത് പെൺകുട്ടിയുടെ രഹസ്യമൊഴി തന്നെയാണ്. കാരണം നേരത്തെ ഗാർഹിക പീഡനം മാത്രമായിരുന്നു ചുമത്തിയിരുന്നത്. എന്നാൽ വധശ്രമം ഉൾപ്പെടെ ചുമത്തിയതിനു പിന്നാലെ പെൺകുട്ടിയുടെ ഭാഗത്ത് നിന്ന് എന്തൊക്കെ പീഡനം പെൺകുട്ടി ഏൽക്കേണ്ടി വന്നു എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ വിശദീകരിക്കുന്ന സാഹചര്യമാണ് ഉണ്ടാവുക. ഏതായാലും അതുമായി ബന്ധപ്പെട്ട് അതിനൊപ്പം കഴിഞ്ഞ ദിവസം രാഹുലിന്റെ കാർ കസ്റ്റഡിയിൽ എടുത്തിരുന്നു. അതിൽ രക്തക്കറ കണ്ടെത്തിയ സാഹചര്യം ഉണ്ടായിരുന്നു. ഈ രക്തക്കറ പെൺകുട്ടിയുടെ തന്നെയാണോ എന്ന് സ്ഥിരീകരിക്കാൻ രക്ത സാമ്പിൾ ശേഖരിച്ച് പരിശോധന നടത്തുകയും ചെയ്തിട്ടുണ്ട്. അത് വരും ദിവസങ്ങളിൽ അതിന്റെ റിസൾട്ട് ഉൾപ്പെടെ പുറത്തുവരും. അത് ഈ കേസിലെ ഏറ്റവും നിർണായകമായ തെളിവാകും എന്നത് തീർച്ചയാണ്. അതിനൊപ്പം രാഹുലിനെ കണ്ടെത്താനുള്ള ശ്രമം അന്വേഷണ സംഘം ഊർജിതമായി തന്നെ നടത്തുന്നു. ബ്ലൂ കോർണർ നോട്ടീസ് കഴിഞ്ഞ ദിവസം നൽകിയിരുന്നു. അതുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങൾ ദിവസങ്ങൾക്കകം തന്നെ അന്വേഷണ സംഘത്തിന് ലഭിക്കും. CBI വിവരങ്ങൾ കൈമാറും എന്നാണ് മനസ്സിലാക്കുന്നത്. അതിനു പിന്നാലെ റെഡ് കോർണർ നോട്ടീസ് പുറപ്പെടുവിപ്പിക്കും. അതോടെ രാഹുൽ ഈ അന്വേഷണ സംഘത്തിന്റെ പിടിയിലാകും എന്നൊരു പ്രതീക്ഷ കൂടിയാണ് അന്വേഷണ സംഘം മുൻപോട്ട് വെക്കുന്നത്. പെൺകുട്ടിയുടെ പിതാവ് ഇന്നലെ മാധ്യമങ്ങളെ കണ്ടപ്പോൾ കൃത്യമായി തന്നെ നല്ല രീതിയിൽ നിലവിൽ അന്വേഷണം നടക്കുന്നുണ്ട് എന്നൊരു ആശ്വാസം പങ്കുവച്ചു. മുഖ്യമന്ത്രിക്ക് പരാതി നൽകിയതിന് പിന്നാലെയാണ് ഇത്തരത്തിൽ ആ നല്ല സഹകരണം മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്നൊക്കെ തന്നെയും ഉണ്ടായി. കാര്യങ്ങൾ തന്നോട് ചോദിച്ചറിഞ്ഞു എന്നതുൾപ്പെടെയുള്ളതെല്ലാം ഈ പിതാവ് മാധ്യമങ്ങളോട് ഇന്നലെ പങ്കുവച്ചു. താൻ നേരത്തെ ഈ പെൺകുട്ടിയുമായി ബന്ധപ്പെട്ട് പറഞ്ഞ ആരോപണങ്ങളിലൊക്കെ തന്നെയും ഉറച്ചു നിൽക്കുന്നു എന്നും പിതാവ് മാധ്യമങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. ഏതായാലും ഈ ഗാർഹിക പീഡന കേസുമായി ബന്ധപ്പെട്ട് പ്രതിയെ എത്രയും പെട്ടെന്ന് പിടികൂടുക എന്നത് തന്നെയാണ് അന്വേഷണ സംഘത്തിന് ഇനി മുൻപിലുള്ള കാര്യം. അതിനായുള്ള ശ്രമങ്ങൾ ഊർജിതമായി തന്നെ നടക്കുകയാണ്. മനു, ശരി മേഘയാണ് കോഴിക്കോട് നിന്ന് ഈ വിവരങ്ങൾ നമുക്ക് നൽകിയത്.